Guys, good morning and welcome to our new vlog. Last day in Bangalore. ഇങ്ങേർക്കല്ല ഞങ്ങൾക്ക് എനിക്ക് ഫുൾ ടൈം ബാംഗ്ലൂർ. അതെ, ബാംഗ്ലൂർ പൊളിയാട്ടോ. എന്തൊക്കെ ട്രാഫിക് ബ്ലോക്കും എന്തൊക്കെ കുറേ നെഗറ്റീവ് ഓട്ടോക്കാരുടെ റൂട്ട് ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര വൈബാണ് ബാംഗ്ലൂർ. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾക്കൊന്ന് കമേഴ്ഷ്യൽ ബ്രിഗേഡിലൊക്കെ ഒന്ന് പോകണം. അതിന് മുമ്പ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. പിള്ളേരെ പ്ലേരിയെ കൊണ്ടിട്ടിരിക്കുവാണ്. അവരിപ്പോൾ പിക്ക് ചെയ്തുകൊണ്ട് വന്നിട്ട് നേരെ നമുക്ക് ഫുഡ് റൈസ് ബോൾ. ഞങ്ങൾ ഈ കാണിക്കുന്ന ഒന്നും അങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങളോ ഡിസ്കവറീസ് ഒന്നും അല്ല. എല്ലാം നമ്മുടെ നോസ്റ്റാൾജിക് വർഷങ്ങളായി വരുന്ന സ്ഥലമാണ്. സോ റൈസ് ബോളിൽ നിന്ന് ലഞ്ച് തുടങ്ങിയിട്ട് ഷോപ്പിങ്ങും സ്ട്രീറ്റ് ഷോപ്പിങ്ങും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വ്ളോഗ് തുടങ്ങാം. സോ വെൽക്കം ടു അവർ ബാംഗ്ലൂർ ഡേയ്സ്. മീന് 4 മണിക്കാണ് എന്റെയും ജെഫ്രിന്റെയും പ്രിയയുടെ ഒക്കെ. പക്ഷെ റൈസ് ബോളിലെ ഫുഡ് അതൊക്കെയാണ് കഴിക്കുന്നത്. അപ്പൊ ഞങ്ങള് 4 മണി, ഞാനൊരു 3:50 കഴിച്ചു. കഴിച്ചു. എങ്ങനെയുണ്ട് ഫുഡ്? ആക്ച്വലി നല്ല എക്സ്പെൻസീവ് ആണ്. നമ്മൾ കോളേജ് ടൈം പക്ഷെ നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ ഭയങ്കര ചീപ്പായിരുന്നു. പക്ഷേ മറ്റേ ആംബിയൻസ് ഒക്കെ മാറ്റി. പക്ഷെ റിഗ്രറ്റ് ഇല്ല, അത്രയും ഡെലിഷ്യസ് ആണ്. ക്രാക്ലിംഗ് സ്പിനച്ച് ചിക്കൻ ഇതല്ലേ, ഹ്യൂജ് ക്വാണ്ടിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ടേസ്റ്റ് ആണ്. ആ സ്പിനച്ച് നല്ല ക്രിസ്പിയാണ്. ഷുഗർ ഉണ്ട്. അതിൻ്റെ കൂടെ ഈ ചിക്കൻ അടിപൊളി. ചില്ലി പോക്ക് ഒരു ഈ പോക്ക് നക്കിളിൻ്റെ ഒക്കെ ഭാഗം ഉപയോഗിച്ച് കുക്ക് ചെയ്ത പോലത്തെ കണ്ട ഭയങ്കര സംഭവമാണ്. പിന്നെ അതെ അവിടെ പ്രോൺസ് ഉണ്ട്. വേറെ എന്താ നിങ്ങളുടെയൊക്കെ കഴിഞ്ഞോ? സന്തോഷം. അപ്പൊ ഇതൊക്കെ മൊത്തം നമുക്കതെ ഫ്രീ, ആരും ശല്യപ്പെടുത്തില്ല. ഇത് ഇവരുടെ വെറും സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട പ്രോൺസ് ആണ്. ഭയങ്കര ഫ്ലേവർ. ഒരു സ്ക്വിഡിന്റെ ഒരു ഫ്ലേവർ ഒക്കെ ഇല്ലേ, ആ ഒരു ഫ്ലേവർ പോലെ വരുന്നു. എല്ലാ ഫുഡും ഭയങ്കര ടേസ്റ്റ്. ഞാൻ പറഞ്ഞാൽ ഒരു ഡിഷിന്റെ ആവറേജ് 500 to 600 rupees ആണ്. പക്ഷെ ഇത് ഒരു രക്ഷയില്ല. ഫുഡ് സൂപ്പർ അല്ലാടി. ഫുഡ് നന്നായിട്ടല്ലേ? ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരിയൻ നല്ലതാ. ജെഫറിന് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇത് ക്രിസ്പി ഫ്രൈഡ്, ഇത് സ്പിനച്ച് ഷുഗറും ഇട്ടിട്ടാണ്. അടിപൊളിയല്ലേ? ഇത് പ്രിയയുടെ സ്റ്റൈൽ കാണിച്ചില്ലല്ലോ, അത് കാണിക്കാൻ പറഞ്ഞില്ലല്ലോ. ഫ്രണ്ടില് 2 മുടിയാണോ? അതല്ല, അത് പണ്ടത്തെ സ്റ്റൈലല്ല. ഇപ്പൊ ബാക്കില് എന്താ ഇതിന്റെ പേര്? കുതിരയുടെ മറ്റേ വാലില് എന്താ നോക്കട്ടെ, തിരിയ്. എവിടെ? ഒരു ചട്നി. ഇപ്പൊ മഴ എഴുന്നേറ്റ് ഓടുവോ? ഫ്രീ ചമ്മന്തി കിട്ടും. പ്ലേറ്റ് ഇങ്ങനെ കാണിച്ചിട്ട് മേളി നോക്കിയിരുന്നാ മതി. പ്രിയ പെട്ടെന്ന് ഫ്രീ ചട്ടത്തി കിട്ടും. കുറച്ചു നേരത്തെ ഒരു 3 മണിക്കൊക്കെ വന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ചട്ടിന് വീണോണ്ടിരുന്നാന്. നമ്മള് കാണിക്കേ സംഭവം ഇത് ഒരു റബ്ബർ ബാൻഡാ. ഇത് റബ്ബർ ബാൻഡാണ്. ഇത് നമ്മളിങ്ങനെ കെട്ടുക, എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഇടുക. ഇത് കണ്ടോ, ഇങ്ങനെ ചുറ്റുക. കാണിക്കാൻ പറ്റുള്ളൂ. തിരിയാനൊന്നും വയ്യതില്ല. ഇപ്പഴത്തെ ബാക്കി വന്ന് എടുത്തൂടെ? ബാക്കി വന്ന് ചുറ്റുക. നീ ഇതിന്റെ ലിങ്ക് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും. എന്നോട് ചോദിക്കരുത് കേട്ടോ ആരും. എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ജെഫ്രിന് ചോദിച്ചാൽ ജെഫ്രിന് അറിയാം പെണ്ണുങ്ങളുടെ സാധനം അവിടെ കിട്ടുന്നത്. കഴിഞ്ഞാ മുടിയില്ലാത്തവർക്ക് ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ടി വരുമല്ലോ. മുടിയില്ലാത്തവർക്ക് പറ്റിയതാ. ഡാഡിയുടെ സ്റ്റൈല്. ഓക്കെ, അതൊക്കെ പോട്ടെ. നമ്മൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി പാർക്കിംഗ് കിട്ടാതെ അന്തുവിന്റെ നോസ്റ്റാൾജിയ സ്ഥലത്ത് വന്നതാ. ഓട്ടോ പിടിച്ചു പോവോ? ഓക്കെ. അപ്പൊ നിങ്ങളെല്ലാരും കോഫിയും ടീ ഒക്കെ പറഞ്ഞ് വടയൊക്കെ പറഞ്ഞു. ഞാൻ കോർണർ ഹൗസിൽ പോയി ഐസ്ക്രീം വാങ്ങിട്ട് വരാം. നമുക്ക് ഷെയർ ചെയ്യാം. ജെല്ലി ഇല്ല എന്റെ ഐസ്ക്രീമില്. ഇവിടെ വൈകുന്നേരം വടയും കോഫിയും ചായയൊക്കെ കുടിക്കുന്നു. മേരിയാന് ജെല്ലി കിട്ടി. ജെല്ലി മാത്രം എനിക്ക് DBC. സാമ്പാർ നല്ലായിരിക്കും. വേണ്ട, പുതിയ കോമ്പിനേഷൻ വേണ്ട. പ്രിയ ഐസ്ക്രീം ഷെയർ ചെയ്യ. ഇത് ജെല്ലി വെറുതെ ഞാൻ ഇതിന്റെ ടോപ്പിംഗ് ആയിട്ട് എക്സ്ട്രാ വാങ്ങിയത്, അല്ല ജെല്ലി മാത്രമായിട്ട് അവർ വിൽക്കുന്നൊന്നുമില്ല. അപ്പൊ ഇവിടെ വെച്ച് പിരിയാണ്.
ആണല്ലോ. കുറച്ച് നേരത്തേക്കായിട്ട് ആ ശരിയാണ്. ഓക്കെ. അവരെ രണ്ടുപേരും നോക്കണേന് നല്ല പിള്ളേരെ നോക്കണം, നമുക്ക് പിള്ളേരെ വേണം. അപ്പൊ നിങ്ങൾ 3 പേരും ഒറ്റ ഡയറക്ഷനിൽ പോയിക്കോ. എങ്ങോട്ടാ പോകുന്ന കമേഴ്ഷ്യൽ? ഓക്കെ, ഞങ്ങള് പിള്ളേരെയും കൊണ്ട് മോളിലേക്ക് പോവാം. ഓക്കെ, ജെഫ്രിനല്ലേ ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല. ജെഫ്രി ഒട്ടും ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല. 40,000 രൂപയുടെ ക്ലാസ്. ഞങ്ങളപ്പോ ബ്രിഗേഡ് റോഡിലായി, പിള്ളേർ കരുട മോളിലാണ്. ബ്രിഗേഡ് റോഡിൽ വന്നപ്പോ ശരിക്കും എന്തൊരു മാറ്റമാണ്. പക്ക ഒരു യൂറോപ്യൻ സ്ട്രീറ്റ് പോലെ. പക്ഷെ ഒബിയസ്ലി കുറച്ച് ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ ലുക്ക് പോവും. പക്ഷെ ഈ ഭാഗം ഏതാ അത് മോശമെങ്കിലുള്ളൂ. അതെ, ആൾക്കാർ ഇപ്പൊ എന്താ പറയുക, കണ്ണാടിക്കാത്തൊക്കെ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ റൂഡായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. മേ ബി അവർക്ക് ബാക്കിയുള്ളവരെ കണ്ട് മതിയായി കാണും. പക്ഷെ ബ്രിഗേഡ് റോഡിന്റെ ഡെവലപ്മെന്റ് ഒരിടയ്ക്ക് ഡെഡ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഭയങ്കര സംഭവമായിട്ടുണ്ട്. ഇങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്തിരിക്കുന്നത് നോക്ക് ബ്രിഗേഡ് റോഡ്. ഒരു ഒക്കേഷനോ ഒന്നുമല്ല. ആൻഡ് ഇറ്റ്സ് സോ പാക്ഡ്. എന്റെ അമ്മോ, എന്താ എത്ര പുതിയ പബ്സും ബാർസും. ഫ്ലോറും ഉണ്ട് കേട്ടോ ഇവിടെ. ഫോറം മോള് പോലത്തെ ഒരു സംഭവം. കംപ്ലീറ്റ് ഫുഡ് ജോയിന്റ്സ് പബ്സും തന്നെയാണ്. പണ്ടുണ്ടല്ലോ ഒരു ഫ്രാങ്കിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു, അതൊന്നും ഓർമ്മയുണ്ടോന്ന് അറിയില്ല. കൽക്കട്ട ഫ്രാങ്കി ഇപ്പോഴും ഉണ്ടോ? കഴിക്കാൻ പറ്റില്ല, അത്രയും വയറുള്ള. രാത്രി എംപയറിലൊന്നും ഓണം അടുത്ത പബ്ബ് എന്തോന്നാ ഇവിടെ. അങ്ങനെ ഞാനും ഡാഡിയും മേരിയാനും കൂടെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വന്നിരിക്കുകയാണ്. തിരക്ക് കണ്ടോ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ? എന്ത് തിരക്ക്! ബാംഗ്ലൂർ വന്നിട്ട് കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വരാണ്ടിരിക്കാൻ പാടില്ല. ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ചെരുപ്പുകൾ ഞാൻ കണ്ടു. വാങ്ങിക്കുകയോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ നോക്കാം. പ്രൈസൊക്കെ നോക്കിയിട്ട് വാങ്ങുമോ ഇല്ലയോ നോക്കാം. ഞാൻ ഇങ്ങനത്തെ പ്രിൻറ്റഡും കണ്ടു, പ്ലെയിനും കണ്ടു. അപ്പോൾ ഞാൻ ഏതാ നല്ലത് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇരിക്കും കാണാൻ. എനിക്ക് ഇങ്ങനത്തെ പ്രിൻറ്റഡും ഇഷ്ടമായി, പ്ലെയിനും ഇഷ്ടമായി. ഏതാ വാങ്ങണേന്ന് നോക്കാം. കൊള്ളാമല്ലേ കാണാൻ? കുറേ കളേഴ്സും ഉണ്ട്. പിന്നെയുള്ളത് ഇങ്ങനത്തെ ടൈപ്പാണ്. ഇത് എനിക്ക് ഇഷ്ടമായിട്ടാണ്. ആക്ച്വലി ഞാൻ ഇതായിരിക്കും മോസ്റ്റ്ലി എടുക്കുന്നത്. മറ്റേതിനേക്കാളും ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ കൂടെ പോവുകയും ചെയ്യും. ഇതൊക്കെ ഉണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇങ്ങനത്തെ കളക്ഷൻസ് നോക്കൂ. ഇങ്ങനത്തെ. ഓക്കെ, സോ ഫൈനലി ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. കൊളാപ്പൂരി ചപ്പൽ വിത്ത് എന്താ പറയുക, ഒരു കമ്മലുമാലയുടെ ഒക്കെ പോലെ ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. ഇതൊരു സന്തോഷം. ഭർത്താക്കന്മാരും പിള്ളേരും ഇല്ലാതെ പോയതിന്റെ സന്തോഷമാണ്. ബിരിയാണുണ്ടെങ്കിൽ ഇപ്പൊ 4-5 ഡയലോഗ് കേൾക്കായിരുന്നു. നമുക്ക് ഇതൊക്കെ പ്രിയ വ്ളോഗ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. എങ്ങനെ ഇവിടം വരെ എത്തിയെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഓക്കെ, അത് കുഴപ്പമില്ല, ഒന്ന് എല്ലാരും കണ്ടിട്ട് വരട്ടെ. അതെ, ഇത് വാങ്ങിയതാണോ? അന്നൊരു കാര്യം ചെയ്യാം, റൂമിൽ പോയിട്ട് ഹോൾ എടുക്കാം. അതെ, നാളെ രാവിലെ 4:30 ഇറങ്ങാനുള്ളതാ, എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ളതാ. അത് പണി, ജോലി വേറെ, ഡ്രൈവിംഗ് വേറെ, എല്ലാം ചെയ്യണം. പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്. കൊന്നാലും കൊള്ളില്ല. ഇത് പറഞ്ഞു പ്രിയയുടെ ഇപ്പൊ ബാങ്ക് ഓഫ് ഫാഷൻ പ്രിയക്ക് എടുത്ത ഡ്രസ്സൊക്കെ കൊടുത്തു. 28 എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫൈനൽ നൈറ്റ് സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ എംപയർ ഹോട്ടൽ വരുവാണ്. ഭയങ്കര സംഭവമാണെന്ന് ഒന്നും പറയില്ല, പക്ഷെ അറിയാവുന്നവർക്ക് അറിയാം. എംപയർ ഹോട്ടൽ, ഗ്രിൽ ചിക്കൻ, കബാബ്, റൊമാലി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. വർഷങ്ങളായിട്ടുള്ള ഡിന്നർ, ഗ്രിൽ ചിക്കനും ചിക്കൻ കബാബും. സാധാരണ റൊമാലി റോട്ടിയാണ്, അത് ഇത്തവണ ഓർഡർ ചെയ്തില്ല. കോയിൻ പൊറോട്ട, ആ അതുണ്ടോ? പ്രിയക്ക് ഇതേ മട്ടൻ കറിയും കോയിൻ പൊറോട്ട ഓർഡർ ചെയ്തോ? നല്ല തിക്ക് ഗ്രേവി കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ബട്ടർ ചിക്കൻ, നമുക്ക് തന്നെ ബട്ടർ ചിക്കൻ കൂടെ കഴിക്കാനൊന്നുമില്ലല്ലോ. കോയിൻ പൊറോട്ട വരും ഇപ്പൊ. ഒരു ഗീ റൈസ് വരണം. ബട്ടർ ചിക്കനും ഗീ റൈസും എടുത്തു. ഇവിടെ ഒരു പണ്ടൊരു ബുഫേ ഉണ്ടായിരുന്നു 300 രൂപയ്ക്ക് കണ്ട് വന്നിട്ടുണ്ടോ? ശനിയാഴ്ച ബാക്കി വരില്ലേ, അതാണ് സൺഡേ ഉച്ചയ്ക്ക്. പക്ഷെ നല്ല ടേസ്റ്റ്. ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. 4 നോൺ വെജ്, 4 നോൺ വെജ്. 399 299 കണ്ട് 299. ഓ മേളില് എന്താ, അതൊക്കെ ഒരു കാലമായിരുന്നു ജെഫ്രി. ആ കാലത്തായിരുന്നു ബാംഗ്ലൂർ വരണ്ടേ. കോയിൻ പൊറോട്ട ഉണ്ടല്ലോ, ഒരു പപ്പടത്തിന്റെ ഒരു വേർഷനാണ്. ഫ്ലേക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫ്ലേക്കി. അതിന്റെ കൂടെ അവരുടെ നല്ല കളറിട്ട തന്നെ വേണം ബട്ടർ ചിക്കൻ. ഒരു രക്ഷയില്ല ഈ സംഭവം. ഒടിഞ്ഞു പോകും. എങ്ങനെയുണ്ട്?
അടിപൊളി. സൂപ്പർ അല്ലേ? ഇങ്ങനെ അതെ, ആ വലിഞ്ഞു വരണം അങ്ങനെ. പെർഫെക്റ്റ് എൻഡിങ് ടു ബാംഗ്ലൂർ. അത് തന്നെ. റൂമിൽ വന്നപ്പോൾ ദില്ലുവിന് ചാക്കോ മാഷിനൊക്കെ ഒരു സ്പെഷ്യൽ സാധനം നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യാം. പോർക്ക് ലവർ ആണെങ്കിൽ പോർക്ക് ചോപ്പാണ്. സോ പോർക്ക് ചോപ്പ്, മാഷ് പൊട്ടാറ്റോ, സം സാലഡ് ആൻഡ് സം എക്സ്ട്രാ ബാർബിക്യൂ സോസ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കാം. ഒന്നൊന്നര സംഭവം. ചാക്കോ മാഷ് നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിയില്ല, പക്ഷെ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒരു രൂപം മനസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ ഹാള് അന്ന് ഷൂട്ട് ചെയ്യാൻ മറന്നു, അതുകൊണ്ട് ഒന്നും കൂടെ എടുക്കുവാണ്. എന്തൊക്കെയാ ഉള്ള സാധനം? ഇത് മാല. ഓക്കെ ഓക്കെ. പിന്നെ ഇത് ഇത്രയും സാധനങ്ങൾ വാങ്ങിയോണ്ടാണ് അവര് പെട്ടി തന്നത്, വെറുതെ അല്ല. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം ഒരു കടയിൽ നിന്നാണോ? അല്ല. പിന്നെ ആരാ പെട്ടി തന്നെ? പെട്ടി ഒരു കടക്കാരനെ തന്നെ. ഞാൻ എല്ലാം കൂടെ അത് മിക്സ് ചെയ്ത് ഒരു പെട്ടിക്കകത്ത് വെച്ചു. സ്ഥലം ലാഭിക്കണ്ടേ? ഓക്കെ, ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട്. അത് പക്ഷേ ഡാഡിയുടെ കയ്യിലായി പോയി, ഡാഡി ഉറങ്ങി. ഞങ്ങൾ ഇതിപ്പോ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സെറ്റ് ആണോ? അല്ല, ഇതെന്താ? ഇത് അത് കഴുത്തിലിടുന്ന, ഇതാ കാലിലിടുന്ന. വളയാന്ന് പറയുന്നത്. ഇത്രയും വലിയ സാധനമോ? എന്താ അത്? തള. ഓക്കെ ഓക്കെ. ഇത് മാല, ഇത് തള. തള. ഓക്കെ. ഇത് കണ്ടോ? ചൂട് നോക്കണം. കണ്ടോ? നല്ല ഭംഗിയില്ലേ? നല്ലതല്ലേ? എനിക്ക് മാച്ചിങ്. എന്ത് വലുതാ പ്രിയ? എനിക്ക് വലിയ ജിമിക്ക് ഭയങ്കര ക്രേസാണ്. ഓക്കെ. എനിക്ക് ചേരുന്നതും വലിയ ജിമിക്കിയാ. ഓക്കെ. ഈ വേദുവിന്റെ കാല് കണ്ട? വേദു കാലൊക്കെ മാറ്റിക്കേ. ഓക്കെ. ഓക്കെ. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് തോന്നിയത് ബാംഗ്ലൂർ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണോ നമ്മൾ ഷോപ്പ് ചെയ്തതില്? ആണോ? ഞാൻ ഡൽഹിയിലൊന്നും പോയിട്ടില്ല. ഇവിടെ നമ്മൾ പോയ സ്ഥലത്ത് വെച്ച് ബാംഗ്ലൂർ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണ് ചീപ്പസ്റ്റ്. ഡൽഹിയിൽ എനിക്ക് അറിയത്തില്ല, ചിലപ്പോ അവിടെ ഇതിനെക്കാട്ടി ചീപ്പർ ആവാൻ സാധ്യതയുണ്ട്. ബോംബെനെക്കാട്ടി ചീപ്പർ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നത്. ആണോ? ആയിരിക്കും. ഓക്കെ. ഇത് കണ്ട ഈ ജിമിക്കി. ഓക്കെ. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ? എല്ലാവരും എന്തിനാ എത്ര ജിമിക്കിന്ന് അല്ലേ? അങ്ങനെ ആരും ചോദിക്കില്ല, നമ്മുടെ ഇഷ്ടമല്ലേ? ജിമിക്കി ജിമിക്കി ജിമിക്കി. കൊള്ളാം. എന്താ ചെയ്തെന്നറിയോ? ഈ കമ്മൽ ആക്ച്വലി ഇതിന്റെ മേളിൽ ഒരു ചെറിയ ജിമിക്കി ഉണ്ടായിരുന്നു. എനിക്ക് ആ ജിമിക്കി വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ആ ജിമിക്കി ഇല്ലാതെ കമ്മൽ വരുമെന്ന്. പിന്നെ അയാൾ അവിടെ ഇരുന്ന് പണിത് തന്നത് എനിക്ക് ഈ ജിമിക്കി പുതിയതായിട്ടോ. ആ മേളത്തെ ജിമിക്കി ഊരിയിട്ട് അയാൾ ഇതിൽ ഹുക്ക് ഇട്ട് വന്നു. ഇത് ചളങ്ങിയിട്ടില്ല കേട്ടോ, ഈ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ആണ് ഇത്. അല്ല അല്ലേ? പ്രിയ 100 രൂപയുടെ കമ്മല് പണിയിപ്പിച്ചെടുത്തു. പാവല്ലേ, അത് മലയാളിയായിരുന്നു. വെറുതെ അല്ല, അതുകൊണ്ടാ എനിക്ക് ചെയ്തത്. കുന്തന്റെ 2 ബാംഗിൾസ്. എന്താ കുന്തൻ? കുഞ്ചനാ? കുഞ്ചൻ അങ്കളൊന്നും അല്ല, കുന്തൻ. കുന്തൻ ജ്വല്ലറി എന്ന് പറയും. അത് ലേഡീസിന് അറിയാം കുന്തൻ ജ്വല്ലറി എന്താണ്. അതിന്റെ 2 ബാംഗിൾസ്. അപ്പൊ മറ്റേ 2 എന്താ? ഇതും ഏകദേശം കുന്തന്റെ. കുന്തൻ എന്താ? കുന്തൻ. ഇനി ദില്ലു എനിക്ക് കുന്തന്റെ മാല വാങ്ങിച്ചോണ്ട് പോവാന്ന് പറയുമ്പോ കുഞ്ചനങ്ങളോട് പോയി ചോദിക്കണം അല്ലേ? ആണ് കുന്തന്റെ മാല. ആരുടെ മാല? കുഞ്ചന്റെ. കുന്തന്റെ. ഇതാണ് കുന്തന്റെ മാല. കേട്ടാ, ഇത് 2 ചെയിൻ ഉണ്ട്. അതിന്റെ കൂടെ ഇതിന്റെ കമ്മലും ഉണ്ട്. അത് കവർന്ന് പുറത്തെടുക്കുന്നില്ല. വേണ്ട വേണ്ട, കുഴപ്പമില്ല. നമ്മൾ എന്തായാലും പ്രിയയുടെ ഒരു ഇങ്ങനത്തെ ജ്വല്ലറി കളക്ഷൻ ഹോൾ ചെയ്യുമല്ലോ. ഇതെന്താ? ഇത് കുന്തന്റെ വള. ഇനി പേര് മറക്കോ? ഇനി മറക്കില്ല. ഇത്രയധികം കുന്തന്മാര് ഒരുമിച്ച് ആദ്യമായിട്ടാ കാണുന്നത്. ഇത് ബ്ലാക്ക് മെറ്റലിന്റെ മാല. ഓക്കെ. എങ്ങനെ ഇത്രയും 2 മണിക്കൂറിൽ ഇത്രയും ഷോപ്പ് ചെയ്തു? അതൊക്കെ പറ്റി. ഞങ്ങളില്ലാത്തോണ്ടായിരിക്കും. ഇതെന്താ? ഇത് കുന്തന്റെ നെക്ലസ്. പഠിച്ചു പഠിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ കുന്തൻ എന്താ? മനസ്സിലായി. കുന്തന്റെ ഇത് കുന്തനല്ല, ബ്ലാക്ക് മെറ്റൽ ആണോ? ഇത് ബ്ലാക്ക് മെറ്റലില് സ്റ്റോൺ. ഓക്കെ ഓക്കെ. സ്റ്റോണിന്റെ മാല. ഓക്കെ. ഇതെന്താ? അതിന്റെ തന്നെ വേറെ കളർ. ഓക്കെ. ഇതല്ലാതെ ഇനിയും വാങ്ങിയല്ലേ? ഇതെന്താ? ഇത് ബ്ലാക്ക് മെറ്റലിന്റെ ബാംഗിള്. ഓക്കെ ഓക്കെ. ഇതിനൊക്കെ നല്ല കടകന്നാ പറയാ. വള കട്ടിയുള്ള കടകം വള. ഇതെന്താ? ഈവിളയുടെ പാദസരോ? ആംഗ്ലറ്റ്സ്. കണ്ട, ഞാൻ ഒറ്റ കവർ ചെയ്ത് പൊട്ടിക്കാതെ അറിയാ പറഞ്ഞു.
അടിപൊളി. ഓക്കെ, സോ ഇത്രയാണ്. കഴിയുന്നില്ല. ഇല്ല, നമുക്ക് നാട്ടിലെത്തിയിട്ട് ഫുൾ ഒരു കളക്ഷൻ ചെയ്യാം. അതൊരു സംഭവമായിരിക്കും. 2 എപ്പിസോഡെങ്കിലും എടുത്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ഗോവയിലേക്ക് പോവാണ്. അവിടെ ഒരു ചെറിയ സർപ്രൈസ് ഒക്കെ ഉണ്ട്. നമുക്കറിയാം, വേദന അറിയില്ല. ഓക്കെ, സോ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഹോപ്പ്ഫുള്ളി ഗോവ വരെ 2 ചാർജറേ ഉള്ളൂ കേട്ടാ. അപ്പൊ റിസ്ക് എടുക്കാതെ നമ്മൾ എത്തണം. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. അമ്മച്ചി ബൈ പറയാനാണ്. ഓക്കെ, ബൈ.